ഹായ് ഓൾ, വെൽക്കം ടു എൽ ആൻ അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ്. സോ അവിടെ നമ്മൾ യു ജി പ്രോഗ്രാമിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, CUET UG എക്സാം എഴുതിയ കുട്ടികൾക്ക് ഒരുപാട് കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന, ഇന്ത്യയിൽ തന്നെ NIRF റാങ്കിങ് നോക്കുമ്പോൾ ടോപ്പ് 10 വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. സോ അവിടേക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് എന്താണ്, അതേപോലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മളിത് പറയാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരിക. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ CUET UG അഡ്മിഷൻ കാണാൻ പറ്റും. ഇവിടെ അപ്ലൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക്, അതോടൊപ്പം തന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുക. സോ ഇവിടെ നിങ്ങൾ ഇവിടെ അഡ്മിഷൻ പോർട്ടലിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപായിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നിങ്ങളുടെ CUET UG 2026 സ്കോറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും BHUവിൽ അവിടെ പ്രോഗ്രാമിന് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇവരുടെ കമ്പൈൻഡ് അലോട്ട്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമാവേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മളോട് പറയുന്ന മറ്റൊരു കാര്യം, ഇൻഫർമേഷൻ ബുള്ളറ്റ് കറക്റ്റ് ആയിട്ട് വായിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പ്ലസ് ടു എഴുതിയ കുട്ടികൾക്കാണ് ഈ ഒരു എക്സാം എഴുതാൻ പറ്റുക. അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ സ്കോർ പോസിറ്റീവ് ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ അവർ പറയുന്നത്, നിങ്ങൾ ഓൾറെഡി CUET UG എക്സാം എഴുതിയ ഒരു കുട്ടിയായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മിനിമം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി NTA സൈറ്റിൽ നമുക്ക് കിട്ടും, ഏതൊക്കെയാണ് അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളത്. അതല്ലാതെ നമ്മളോട് പറയുന്ന കാര്യം, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേര്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, കാറ്റഗറി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, NTA CUET UGയുടെ സൈറ്റിൽ എന്താണോ കൊടുത്തത് അത് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ അതിന്റെ അഡ്മിറ്റ് കാർഡോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോമോ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ 10th മാർക്ക് ഷീറ്റ് വേണം, 12th മാർക്ക് ഷീറ്റ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്. പിന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് SC ST അല്ലെങ്കിൽ OBC അങ്ങനെ എന്തെങ്കിലും തെളിയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതാത് സർട്ടിഫിക്കറ്റ് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ സെൻട്രൽ പർപ്പസ് എഡ്യൂക്കേഷൻ പർപ്പസ് ആയതുകൊണ്ട് നിങ്ങൾ തഹസിൽദാറിന്റെ കയ്യിൽ നിന്ന് തന്നെ അങ്ങനത്തെ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പിന്നെ ഒരു ഫോർമാറ്റ് അണ്ടർടേക്കിംഗ് എടുത്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ അവിടെ വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് അവിടെ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കാണിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ അത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ പോകുന്നത് ഓൺലൈൻ ത്രൂ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഫീ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീ അവർ വാങ്ങിക്കുന്നുണ്ട്. അത് കാറ്റഗറി വൈസ് നോക്കുന്ന സമയത്ത് ജനറൽ, OBC NCL അല്ലെങ്കിൽ EWS കാറ്റഗറി വരുമ്പോൾ അവിടെ 500 രൂപയാണ് നമുക്ക് ഒരു രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് പറയുന്നത്, പെർ പ്രോഗ്രാമിനാണ് കേട്ടോ. ഇനി SC ST PWD കാറ്റഗറി ആകുന്ന സമയത്ത് അവിടെ 250 രൂപയാണ് വരുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പിന്നെ അപ്ലൈ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇനി എന്ന് വരെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂലൈ 25 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പം ജൂലൈ 25 മുൻപായിട്ട് BHUവിലേക്കുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ കൊടുത്തിരിക്കണം. ഇനി ഇതല്ലാതെ നമ്മൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നോക്കാൻ പറ്റും. BHU CUET UG ഇൻഫോർമേഷൻ ബുള്ളറ്റിനിൽ ഒരുപാട് കാര്യങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് എന്നുള്ളത്, അതേപോലെ അതിന്റെ ഫീ സ്ട്രക്ചർ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പൊ നമ്മളിതാ ഇവിടെ വരുന്ന സമയത്ത് ഫാക്കൽറ്റി ഓഫ് ആർട്സ് ആണ്, അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ വരുന്ന ഓരോ എക്സാം, ഏത് എക്സാം ത്രൂ ആണ്. അപ്പം നമ്മുടെ CUET എക്സാം മാത്രമല്ല, അവിടെ ഐക്കർ എക്സാം ത്രൂ നമുക്ക് അവിടെ അഗ്രികൾച്ചറിനൊക്കെ അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ, 15% സീറ്റ് അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ആ രീതിയിൽ ഓരോ കോഴ്സുകളും, അതായത് ഓരോ ഫാക്കൽറ്റിയുടെ അണ്ടറിൽ വരുന്ന കോഴ്സുകളും എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, അതോടൊപ്പം തന്നെ ഏതായിരിക്കും അതിന്റെ സീറ്റിന്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാൻ പറ്റും. അത് ഇതിൽ ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഫാക്കൽറ്റി ഓഫ് ഇത് അടുത്ത ഒരു ഫാക്കൽറ്റിയാണ്, ഫാക്കൽറ്റി ഓഫ് കൊമേഴ്സ് ആണ്. അപ്പം BCom ഒക്കെ വരും. അപ്പൊ ഇതിൽ എങ്ങനെയാണ് അവിടെ വരുന്നത് എന്നുള്ളത്, അതേപോലെ ടൈപ്പ് ഏതാണ്, ഇയർ എത്രയാണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഓക്കെ. ഇനി അതല്ലാതെ നമ്മുടെ NTA സൈറ്റിൽ പോകുന്ന സമയത്ത് നമുക്കറിയാം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് എന്ത് വരുന്നത്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വരുന്നത് അല്ലേ. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി നോക്കിക്കഴിഞ്ഞാൽ അവർ പ്രത്യേകം പറയുന്നുണ്ട്, ഒരുപാട് കോഴ്സുകൾ ആക്ച്വലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കോഴ്സുകളിൽ തന്നെ ഇപ്പൊ നമുക്ക് BA ഹോണേഴ്സ് എടുക്കുകയാണ്. BA ഹോണേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻ എക്കണോമിക്സ്, ഹിസ്റ്ററി, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, സൈക്കോളജി, ജിയോഗ്രഫി, അറബി, ബംഗാളി, ഹിന്ദി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിലേക്ക് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയിരിക്കേണ്ട നിങ്ങളുടെ CUET പേപ്പർ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയാണ് ലാംഗ്വേജ് ആയിട്ട് അവർ നോക്കുന്നത്. അതോടൊപ്പം GK അല്ലെ, അതായത് GAT, ഓക്കെ, അതായത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഈ രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ദ പ്രോഗ്രാം പറയുന്നത് നിങ്ങൾ 10+2, അതായത് 10th കഴിഞ്ഞ് +2 അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിനോട് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷനിൽ സെക്യൂർ ചെയ്തിരിക്കണം ഒരു 50% മാർക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ വേണം. ഇനിയിപ്പോൾ BA ഹോണേഴ്സിൽ തന്നെ നിങ്ങൾ മേജർ അല്ലെങ്കിൽ മൈനർ ആയിട്ട് എക്കണോമിക്സ് എടുക്കുന്ന ആളുകൾക്ക് നിർബന്ധമായിട്ടും മാത്തമാറ്റിക്സ് എന്ത് ചെയ്യണം, അവരുടെ ഹൈസ്കൂൾ എക്സാമിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് വേണമെന്ന് അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏജ് പറയുന്നുണ്ട്, നോട്ട് ടു ബി മോർ ദാൻ 22 ഇയേഴ്സ് ഓൺ 1st ജൂലൈ 2026 എന്ന്, അതായത് 22 വയസ്സിന് മുകളിലാവാൻ പാടില്ല ഏജ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിന് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം പേപ്പർ നിങ്ങൾ ഓൾറെഡി CUET എഴുതിയിട്ടുണ്ട്, ഇതിന്റെ സ്കോർ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതേപോലെ നിങ്ങൾ പിന്നെ നമ്മൾ ഒരുപാട് കുട്ടികൾ പോകുന്ന ഒരു കോഴ്സാണ് എന്തെന്ന് പറയുന്നത്, ബാച്ചിലർ ഓഫ് സയൻസ്, BSc ഹോണേഴ്സ് ഇൻ അഗ്രികൾച്ചർ. അപ്പൊ ഇതിൽ ഒരു കോമ്പിനേഷൻ പറയുന്നുണ്ട്, സബ്ജക്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് കെമിസ്ട്രി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സും, അല്ലെങ്കിൽ പറയുന്നതാണ് നമ്മുടെ ടെസ്റ്റ് ആയിട്ട് ബയോളജിക്കൽ അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി നമുക്ക് വെക്കാം, ബയോകെമിസ്ട്രി, ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കോമ്പിനേഷനിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതിൽ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ +2 പാസ്സായിരിക്കണം. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അഗ്രികൾച്ചർ അല്ലെങ്കിൽ സയൻസ് സബ്ജക്റ്റ് ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി ഇങ്ങനത്തെ ഒരു എക്സാം കോമ്പിനേഷനിലാണ് വരേണ്ടത്, നിങ്ങളുടെ സബ്ജക്ട് കോമ്പിനേഷനാണ് +2 വരേണ്ടതെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം പറയുന്ന മറ്റൊരു കാര്യമാണ് നോട്ട് ബി ലെസ് ദാൻ 16 ഇയേഴ്സ് ആൻഡ് നോട്ട് മോർ ദാൻ 25 ഇയേഴ്സ് എന്നുള്ളത്. 16 വയസ്സ് താഴെ ആവാനും പാടില്ല, 25 എബവ് ആവാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. മിനിമം 50% മാർക്ക് നിങ്ങളുടെ +1 +2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാച്ചിലർ ഓഫ് സയൻസ് BSc കോഴ്സുകൾ പറയുന്നുണ്ട്, ബോട്ടണി, കെമിസ്ട്രി, സുവോളജി, ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ നമുക്ക് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ അവർ പറയുന്നത് അതാത് സബ്ജക്ട് ടെസ്റ്റ് ആയിട്ട് ബയോളജി അല്ലെങ്കിൽ ബയോളജിക്കൽ സയൻസ് വേണമെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ കെമിസ്ട്രി ആവുന്ന സമയത്ത് കെമിസ്ട്രി വേണമെന്ന് പറയുന്നുണ്ട്, ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ് വേണമെന്ന് പറയുന്നുണ്ട്. അത് ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഫിസിക്സ്, കെമിസ്ട്രി പ്ലസ് എനി വൺ ഓഫ് ദ ഫോളോയിങ് ആയിരിക്കണം എന്ത് വേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ രീതിയിൽ അവർ ഏജും അതേപോലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, +2 എത്ര പെർസെന്റേജ് മാർക്ക് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് BVOC ഒക്കെ ഉണ്ട് കേട്ടോ. BVOCൽ നിങ്ങൾ ഇതാക്കുന്ന ബാച്ചിലർ ഓഫ് വെക്കേഷൻ ഇൻ ഫാഷൻ ടെക്നോളജി ആൻഡ് അപ്പാരൽ ഡിസൈനും വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഇതാക്കുന്ന ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജ് സബ്ജക്റ്റ് ആയിട്ടും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആണ് അവർ കൺസിഡർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇത് 2 എക്സാം എഴുതിയ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഉണ്ട് BHUയുടെ, അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എത്രയാണ് ഫീസും കാര്യങ്ങളും, സീറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. സോ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പോവേണ്ട സബ്ജക്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പം പിന്നെ നമുക്ക് റേഡിയോ തെറാപ്പി ഒക്കെ വരുന്നുണ്ട്. സോ ബാച്ചിലർ ഓഫ് സയൻസ് BSc ഇൻ മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, അങ്ങനെ ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇല്ലാത്തൊരു കോഴ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നിങ്ങളോട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് സബ്ജക്ട് ടെസ്റ്റ് ആയിട്ട് ഈ ഒരു ടെസ്റ്റ് എഴുതണം, കെമിസ്ട്രി വേണം, ഫിസിക്സ് വേണം. ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ എഴുതിയ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം അതായത് ഈ ഒരു സബ്ജക്റ്റിന് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അവിടെ 50% മാർക്ക് പിന്നെ ടോട്ടലായിട്ട് +2 വേണം. അവിടെ നിങ്ങൾ +2 നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ നോട്ട് മോർ ദാൻ 23 ഇയേഴ്സ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഡേറ്റ് ഒക്കെ അറിയാലോ അല്ലെ, നമുക്ക് 25 ജൂലൈ വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സമർത്ത് പോർട്ടൽ ത്രൂ നമ്മൾ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ CUET ആപ്ലിക്കേഷൻ നമ്പർ, അതോടൊപ്പം തന്നെ CUETയുടെ റോൾ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ പേര് കറക്റ്റ് ആയിട്ട് കൊടുക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ആപ്ലിക്കന്റ് ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്ത് ചെയ്യുക കൊടുക്കുക. ഇത് കഴിഞ്ഞ് നിങ്ങളുടെ കൺസെന്റ് കൊടുത്തിട്ട് നിങ്ങളുടെ
ഈ ഒരു ക്യാപ്ച ഉണ്ടാവും. ഇത് എൻ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വെരിഫിക്കേഷനിലേക്കാണ് മൂവ് ചെയ്യുക. ഓക്കെ, ആ വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അത് ഓൾമോസ്റ്റ് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കും സെയിം ആയതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു ഓൾമോസ്റ്റ് ഒരു ഫോമാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ വരുന്നത് നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമെയിലിലേക്ക് ആയിരിക്കും. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. ആ പാസ്വേഡ് എഗെയിൻ റീ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ ഒരു ക്യാപ്ച കൊടുത്ത് വെരിഫൈ OTP കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോഗിൻ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാസ്വേഡ് അതോടൊപ്പം തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് ക്യാപ്ച എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാം. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മൂവ് ചെയ്യുന്നത് നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്കാണ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അവർ ചോദിക്കുന്നത്. സോ നിങ്ങളുടെ പേര് കാണിക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതാണോ അത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്നുണ്ടാവും. അതൊക്കെ കറക്റ്റ് അല്ലേ നോക്കുക. നിങ്ങളുടെ ജെൻഡർ ഏതാണ്, പിന്നെ നിങ്ങളുടെ കാറ്റഗറി ഇവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ആൾട്ടർനേറ്റീവ് ഇമെയിൽ, അതേപോലെ മൊബൈൽ നമ്പർ, നിങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുമല്ലോ. ഇത് ചോദിക്കേണ്ട ആർ യു സിറ്റിസൺ ഓഫ് ഇന്ത്യ, യെസ് അല്ലെങ്കിൽ നോ കൊടുക്കുക. റിലീജിയൻ ഏതാണ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പ്ലേസ് ഓഫ് ബർത്ത് ഡീറ്റെയിൽസ് ഏതാണ് എന്നുള്ളത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫാമിലി ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഇവിടെ ഒരു റെഡ് മാർക്ക് ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തൊരു കുഴപ്പമില്ല. എമർജൻസി കോൺടാക്ട് നമ്പർ, അതേപോലെ നിങ്ങളുടെ ഫാമിലി ഇൻകം ഒക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽ, അതിന്റെ ഇടയ്ക്ക് നമ്മളോട് ഒരു കാറ്റഗറി കോട്ട ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് ഇപ്പം NSS പിന്നെ NCC ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ അത് ആ ഒരു ഏരിയ കൊടുക്കണം കേട്ടോ. യെസ് കൊടുക്കുക. അപ്പം NSS ഉള്ള കുട്ടികളാണെങ്കിൽ 240 hours നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക? കറക്റ്റ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. PWD കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം, ഇല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്ന് കൊടുക്കാം. അതോടൊപ്പം തന്നെ ചിൽഡ്രൻ ആർ വിഡോസ് ഓഫ് ആംഡ് ഫോഴ്സ് പേഴ്സണൽ ചോദിക്കുന്നുണ്ട്. നോട്ട് ആപ്ലിക്കബിൾ ആണെങ്കിൽ അങ്ങനെ. കാശ്മീരി മൈഗ്രന്റ് അല്ല, അപ്പം നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കാം. ബാങ്ക് ഡീറ്റെയിൽസ്, അപ്പൊ ബാങ്ക് ഡീറ്റെയിൽസ് അവർ ചോദിക്കുമ്പോൾ ഇതേപോലെ റെഡ് മാർക്ക് ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് കൊടുക്കുക. ഇൻ കേസ് നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുത്തു, നിങ്ങളുടെ ഫീസൊക്കെ അടച്ചു കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ക്യാൻസൽ ചെയ്യണം എന്ന് ഏതെങ്കിലും ഒരു പോയിന്റിൽ തോന്നുന്ന സമയത്ത് നമ്മളിവിടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് റീഫണ്ട് കിട്ടില്ല. സോ അതിനു വേണ്ടി നിങ്ങൾ കറക്റ്റ് ഇവിടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക. നിങ്ങളുടെ പാരൻസിൻ്റെതോ നിങ്ങളുടേതോ കൊടുക്കാവുന്നതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഡ്രസ്സ്, കറസ്പോണ്ടിങ് അഡ്രസ്സ്, നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അത് കഴിഞ്ഞ് പെർമനന്റ് അഡ്രസ്സ് കൊടുക്കാവുന്നതാണ്. അതിപ്പോൾ നിങ്ങളുടെ കറസ്പോണ്ടിങ് അഡ്രസ്സ് തന്നെ സെയിം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ സേവ് ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നമ്മളിപ്പോൾ ഓൾറെഡി കൊടുത്ത കുറേ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ട്, അത് പ്രിവ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇനി എന്തെങ്കിലും എഡിറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. ഇല്ലെങ്കിൽ ഓക്കെ ആണ്, നിങ്ങൾ കൊടുത്തതൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രൊസീഡ് ടു നെക്സ്റ്റ് കൊടുക്കുക. അതിൽ നമ്മൾ അതർ ഇൻഫോയിൽ തന്നെ അപ്പൊ ഞാൻ പറയുമ്പോൾ ഈ ഒരു സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിന്റെ അല്ല, പക്ഷെ ഓൾമോസ്റ്റ് സമർത്ഥ് പോർട്ടൽ ഇതേപോലെയാണ് വരുന്നത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നോക്കിയിട്ട് തന്നെ അവിടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ആ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഇനി നമ്മളോട് ചോദിക്കും എമർജൻസി മെഡിക്കൽ അറ്റൻഷൻ വേണ്ട ആളാണോ എന്നുള്ളത്. അപ്പോൾ യെസ് അല്ലെങ്കിൽ നോ കൊടുക്കാം. പിന്നെ നിങ്ങളുടെ ABC ID അല്ലെങ്കിൽ APAR ID നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ക്ലിക്ക് ഹിയർ കൊടുത്തിട്ട് നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ആ ഒരു ID എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ, അത് കൊടുത്താൽ മതി. ഇനി നമ്മളോട് ഈ ഒരു രീതിയിൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടോ എന്ന് ചോദിക്കും. അതൊക്കെ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കാം. അത് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അതർ ഇൻഫോർമേഷന്റെ ഒരു ഡാറ്റ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മളോട് അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ, പിന്നെ അതല്ല നിങ്ങളുടെ ഒരു കാസ്റ്റ് അല്ലെങ്കിൽ ഏതാണ് കാറ്റഗറി കാണിക്കുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. ഇപ്പം NCL OBC ആണോ അല്ലെങ്കിൽ SC/ST കാറ്റഗറി ആണോ, അങ്ങനെ നമ്മളുടെ കാറ്റഗറി ചോദിക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുമ്പം അതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫയൽ സൈസ് ആണ്. അപ്പൊ ഫയൽ സൈസ് ഇവിടെ പ്രത്യേകം അവർ പറയുന്നുണ്ട് 10 KB to 500 KB എന്നുള്ളത്. സോ അത് കറക്റ്റ് കൊടുക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ഫോർമാറ്റ് കറക്റ്റ് ആയിട്ട്, അതായത് JPEG അല്ലെങ്കിൽ PDF അല്ലെങ്കിൽ ഒരു JPG എന്ന് പറഞ്ഞ ഫോർമാറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ആ രീതിയിൽ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, അതല്ലാതെ അവർ നമ്മളോട് ഇൻകം സർട്ടിഫിക്കറ്റ്, CUT സ്കോർ കാർഡ്, CUT അഡ്മിറ്റ് കാർഡ്, അതേപോലെ നമ്മുടെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊക്കെ അപ്ലോഡ് ചെയ്യുക. അതൊക്കെ മാൻഡറ്ററി ആയിട്ട് വരുന്ന സാധനങ്ങളായിരിക്കും. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അണ്ടർടേക്കിംഗ് എടുത്തിട്ട് സബ്മിറ്റ് ചെയ്താലും മതിയാവും. ഇനി നമ്മൾ ഇതെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രിവ്യൂയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനിയാണ് നമ്മുടെ ഏത് കോഴ്സാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, പ്രോഗ്രാം സെലക്ട് ചെയ്യാണ്. പ്രോഗ്രാം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ഇപ്പം ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത, അവർക്ക് ഒരുപാട് സെന്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഏതിലാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് അവിടെ നമുക്ക് കറക്റ്റ് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നമ്മുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ട സ്ഥലമാണ്. ഓക്കെ, ഇവിടെ നമ്മളോട് +2 എത്രയായിരുന്നു പെർസെൻറ്റേജ്, അല്ലെങ്കിൽ 60% ഇത്ര മാർക്കില്ലേ എന്ന് ചോദിക്കും. അത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ 10th ഡീറ്റെയിൽസ്, പാസ്ഡ് ആണോ, ഏത് ഇയറിലാണ് പാസ്സായിട്ടുള്ളത്, എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരുന്നു, സ്കൂളിന്റെ പേരെന്താണ്, ബോർഡ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അത് കറക്റ്റ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സബ്ജക്ട് കോമ്പിനേഷൻ ഏതൊക്കെയാണ് എന്നുള്ളത്, ഇപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, അതേപോലെ സയൻസ് സബ്ജക്ട്സ് ഏതൊക്കെയാണ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾ കൊടുക്കുക. 10th നിങ്ങൾക്ക് ഏത് ഡിവിഷൻ, അതായത് പിന്നെ ഡിസ്റ്റിങ്ഷൻ ആണോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ +2 ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾ +2 അല്ലെങ്കിൽ ഇക്വലന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ +2 പാസ്സായിട്ടുണ്ടല്ലേ, ഈ ഇയറിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ ഗ്യാപ്പ് ഇയർ ഉണ്ടെങ്കിലും ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇയർ ഏതാണോ എന്നുള്ളത് നോക്കിയിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ പെർസെൻറ്റേജ് എത്രയാണ് +2 ഉണ്ടായിരുന്നത്, ഏത് സ്കൂളിലാണ് നിങ്ങൾ കഴിഞ്ഞത്, അത് ഏത് ബോർഡായിരുന്നു, അതേപോലെ +2 നിങ്ങൾ എടുത്തിട്ടുള്ള സബ്ജക്ട് കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്, +2 ഡിവിഷനിൽ നിങ്ങൾക്ക് ഏതാണ് ഡിവിഷൻ, ഫസ്റ്റ് ക്ലാസ് ആണോ ഡിസ്റ്റിങ്ഷൻ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ മാത്സ് പഠിച്ചിട്ടുണ്ടോ എന്ന് അവർ പ്രത്യേകം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റ് കൊടുക്കുക. അതിന് ശേഷം നിങ്ങളിപ്പോൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അവരെന്ത് ചെയ്യും, നമ്മളോട് അതർ ഡീറ്റെയിൽസ് ചോദിക്കും. ഇപ്പം NCC, NSS അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ, അതോടൊപ്പം തന്നെ നിങ്ങളിപ്പം ഇവിടെ BHU നിങ്ങളുടെ പാരൻസ് ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. സോ അതൊക്കെ കറക്റ്റ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ നേരത്തെ അപ്ലോഡ് ചെയ്ത് നമ്മൾ ഒരുപാട് ഡാറ്റാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും ഇവിടെ. സോ അതായത് നിങ്ങളുടെ +2 മാർക്ക്, അതോടൊപ്പം തന്നെ നമ്മുടെ 10th മാർക്ക് ഷീറ്റ്, ഇതൊന്നും കൊടുത്തിട്ടില്ല. സോ അതൊക്കെ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ പ്രിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങളുടെ കൂടെ തന്നെ നമ്മുടെ CUT സ്കോർ കാർഡും കൂടെ വരുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അവിടെ CUTയുടെ നമ്മൾ എഴുതിയിട്ടുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണ്, അതിൽ നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എത്രയാണ്, അതിന് വേർഡ്സ് വരെ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നത് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതൊക്കെ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡിക്ലറേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് പോകുന്നത് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർഫേസിലേക്കാണ്. ആ ഒരു ഫേസിൽ എത്തുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് കറക്റ്റ് ആണ്, അങ്ങനെ ഒരുപാട് ചെക്ക് ബോക്സസ് ഉണ്ടാകും, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താൻ പറ്റും. ഇപ്പോൾ UPI ID അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നെറ്റ് ബാങ്കിങ് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താൻ പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആ ഒരു എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ആ ഒരു BHUലേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ Nlearnൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.